നമ്മുടെ question, if sin theta is equal to 3 by 5, then find cos theta and tan theta. First, നമുക്ക് cos theta ആണ് calculate ചെയ്യാനുള്ളത്. അപ്പോൾ ഈ cos theta sin theta തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, which is sin square theta plus cos square theta is equal to 1. ഈ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് സൈൻ തീറ്റ അറിയാവുന്നതുകൊണ്ട് നമുക്ക് കോസ് തീറ്റ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഫോർമുല കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഈ സൈൻ സ്ക്വയർ തീറ്റനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാകും, വിച്ച് ഇംപ്ലൈസ് കോസ് സ്ക്വയർ തീറ്റ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ cos theta is equal to root of 1 minus sin square theta. Actually ഇത് plus or minus root of 1 minus sin square theta എന്നാണ്. പക്ഷേ cos theta എപ്പോഴും തീറ്റ 90 ഡിഗ്രി ലെസ് ദാൻ 90 ഡിഗ്രി ആയതുകൊണ്ട്, തീറ്റ acute ആംഗിൾ ആയതുകൊണ്ട് cos theta എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇത് തീറ്റ acute ആംഗിൾ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ പ്ലസ് റൂട്ട് എന്ന് എടുക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ രണ്ട് വാല്യൂസ് വരും, പ്ലസ് ഓർ മൈനസ്. അപ്പം നമ്മളിവിടെ ഒരു വാല്യൂ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ചെയ്യുന്ന സമയത്തും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നും എഴുതി തുടങ്ങിയിട്ട് ചെയ്യാനും പറ്റും. ഈ സ്റ്റെപ്പുകൾ എഴുതണം നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് 1 മൈനസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് 3/5. സോ അതിൻ്റെ സ്ക്വയർ 3/5 ഹോൾ സ്ക്വയർ, which is equal to root 1 minus 3 into square 9, 5 into square 25. Which is equal to root cross multiply 1 into 25, 25 minus 9 divided by 25, which is equal to 25 9 minus ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 16 കിട്ടും. സോ 16/25 അതിൻ്റെ റൂട്ട്, 16ൻ്റെ റൂട്ട് 4, 25ൻ്റെ റൂട്ട് 5. സോ നിങ്ങൾക്ക് കോസ് തീറ്റ 4/5 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ടാൻ തീറ്റയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് സൈനും കോസും അറിയാം, ടാൻ കിട്ടണം. അപ്പോൾ സൈനും കോസും ടാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആലോചിച്ചാൽ മതി. അത് ഏത് ഐഡൻറ്റിറ്റി ആണെന്ന് ആലോചിച്ചാൽ മതി. അത് നിങ്ങളുടെ സിമ്പിൾ ആയിട്ടുള്ള ടാൻ തീറ്റേൻ്റെ ഫോർമുല തന്നെയാണ്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് 3/5 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ 4/5. ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്തു, ബാക്കി 3/4 കിട്ടും. സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 3/4. Next question, if tan theta is equal to 1, find sin theta and cos theta. ഇവിടെ നിങ്ങൾക്ക് ടാൻ തീറ്റയാണ് തന്നത്, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് സൈൻ തീറ്റയും കോസ് തീറ്റയും ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ടാൻ ഇൻവോൾവ് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഏതൊക്കെയാണെന്ന് ആലോചിക്കുക. അപ്പോൾ ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി sec സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. മറ്റൊരു ഐഡന്റിറ്റി ടാൻ തീറ്റ വരുന്നത് ഈ കാണുന്നതാണ്, ഇതാണ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. പക്ഷേ ഈ ഫോർമുല യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കാര്യമൊന്നുമില്ല, കാരണം ഇവിടെ നിങ്ങൾക്ക് ടാൻ തീറ്റ അറിയാം, പക്ഷേ സൈനും കോസും രണ്ടും അറിയില്ല. ഒരു ഐഡന്റിറ്റിയിൽ ഒരു അൺനോൺ മാത്രമാണെങ്കിലാണ് നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് സൈനും കോസും അറിയില്ല, ടാൻ മാത്രമേ അറിയുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഫോർമുല sec സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഫോർമുലയാണ്. അവിടെ നിന്ന് ടാൻ തീറ്റയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സീക് തീറ്റയാണ്. സീക് തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോസ് തീറ്റ കാണാൻ പറ്റും. റീസൺ എന്താണെന്ന് വെച്ചാൽ സീക്കിൻ്റെ കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്. സോ സീക്കിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നിങ്ങൾക്ക് കോസ് തീറ്റ കിട്ടും. കോസ് തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് സൈൻ തീറ്റയും കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് മെത്തേഡ്. സോ ഇവിടുന്ന് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ sec സ്ക്വയർ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യണം.
sec square theta is equal to minus tan square theta നെ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ അത് പ്ലസ് ആകും. ഇവിടെ ഒരു 1 ഉണ്ട്. സോ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇവിടുന്ന് നിങ്ങൾക്ക് സീക് തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ടായിട്ട് എഴുതാൻ പറ്റും. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇനി നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ തീറ്റ 1 ആണ് തന്നിട്ടുണ്ട്. സോ 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 1 2 റൂട്ട് 2 വരും. അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സീക് തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 2 എന്നാണ്. സീക് തീറ്റ റൂട്ട് 2 ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കോസ് തീറ്റ എഴുതാം. കോസ് തീറ്റ എന്ന് പറയുന്നത് സീക് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ ആണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് സീക് തീറ്റയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. ദാറ്റ് മീൻസ് 1 ബൈ സീക് തീറ്റ ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ സീക് തീറ്റേൻ്റെ വാല്യൂ റൂട്ട് 2 ആണ്. സോ 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടും. സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 എന്ന വാല്യൂ നിങ്ങൾക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് സൈൻ തീറ്റയാണ്. സോ സൈൻ തീറ്റ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഈ കോസ് സ്ക്വയർ തീറ്റേനെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഫോർമുലയിലാണ്. ഈ ഫോർമുലയിൽ വന്നിട്ട് നിങ്ങൾ കോസ് സ്ക്വയർ തീറ്റേനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ടാകും. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റേനെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇവിടുന്ന് സൈൻ തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് സൈഡിലും റൂട്ട് എടുക്കുന്നു. സോ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പം ഈ ഫോർമുലയും നിങ്ങൾ പഠിക്കേണ്ട ഫോർമുലയാണ്. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇത് ഓർമ്മയിൽ വെക്കുക, അതുപോലെ തന്നെ ഈ ഫോർമുലയും. ഒന്നുകിൽ ഈ ഫോർമുലാസ് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിറൈവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തണം. ഓക്കെ, ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. വിച്ച് ഇംപ്ലൈസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 1 മൈനസ് കോസ് തീറ്റ 1 ബൈ റൂട്ട് 2 എന്ന് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. സോ 1 ബൈ റൂട്ട് 2 അതിൻ്റെ സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് 1 മൈനസ് 1 ബൈ റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 2ൻ്റെ സ്ക്വയർ 2. അപ്പം റൂട്ട് 1 മൈനസ് 1 ബൈ 2 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 മൈനസ് 1 ബൈ 2. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ബൈ 2. സോ റൂട്ട് 1 ബൈ 2. റൂട്ട് 1 ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ബൈ റൂട്ട് 2. സോ ഇതാണ് കോസ് തീറ്റേൻ്റെ വാല്യൂ. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ 3 കാര്യം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. Next problem, prove that sin theta by 1 plus cos theta plus 1 plus cos theta by sin theta is equal to 2 cosec theta. അപ്പോൾ ഇത് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കും, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തിക്കും. അതാണ് നമ്മുടെ പ്രൊസീജിയർ. സോ നമ്മൾ ഫസ്റ്റ് LHS എടുക്കുന്നു. LHS എന്ന് പറഞ്ഞാൽ തന്ന ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, വിച്ച് ഈസ് സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത ചില പ്രോബ്ലംസ് പോലെ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യാണ്, രണ്ട് ഫ്രാക്ഷണൽ എക്സ്പ്രഷൻസ്, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് സിംപ്ലിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യലാണ്. സോ
ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി ആഡ് ചെയ്താൽ സൈൻ തീറ്റ, ഈ സൈൻ തീറ്റേനെ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ഈ ന്യൂമറേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ ഈ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ താഴെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തത്. അതായത് നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇനി ഫർദർ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ഇവിടെ സൈൻ തീറ്റയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സൈൻ സ്ക്വയർ തീറ്റ കിട്ടും. പ്ലസ് ഇവിടെ ഇതും 1 പ്ലസ് കോസ് തീറ്റ, ഇതും 1 പ്ലസ് കോസ് തീറ്റ. ദാറ്റ് മീൻസ് 1 പ്ലസ് കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ ആണ്. 1 പ്ലസ് കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ നിങ്ങൾ ഫസ്റ്റിൽ എക്സ്പാൻഡ് ചെയ്യണ്ട, ഫസ്റ്റിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ട, നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതുക. 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ദിസ് ഈസ് ഈക്വൽ ടു, മുകളിൽ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നൊരു എക്സ്പാൻഷൻ ഉണ്ട്, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. സോ ഈ 1 പ്ലസ് കോസ് തീറ്റ ദി ഹോൾ സ്ക്വയറിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു 1 ഇൻറ്റു ബി എന്ന് പറഞ്ഞ കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ താഴെ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, ഇവിടെ ലാസ്റ്റ് ഒരു പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. സോ ഇതിനെ നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫോർമുലയാണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, എന്തായിരുന്നു, +1 ആണ്. പിന്നെ ഇവിടെ ഉള്ളത് 2 ഇൻറ്റു 1 ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 കോസ് തീറ്റ എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ താഴെ അവിടെ ഉള്ളതുപോലെ തന്നെ എഴുതുക, 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ദിസ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഇത് 1 പ്ലസ് ഇത് 2 കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 ആഡ് ചെയ്താൽ 2 വരും. 2 പ്ലസ് 2 കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇനി മുകളിലുള്ള ഇവിടെ ഫസ്റ്റ് ടേമിലും 2 ഉണ്ട്, സെക്കൻഡ് ടേമിലും 2 ഉണ്ട്. സോ നിങ്ങൾക്ക് 2 ഔട്ട്സൈഡിലേക്ക് എടുക്കാം. ഔട്ട്സൈഡിലേക്ക് എടുത്താൽ ഇവിടുന്ന് 2 ഔട്ട്സൈഡിലേക്ക് എടുത്താൽ ബാക്കി അവിടെ 2 ഇൻറ്റു 1 ആണ്. അപ്പോൾ ബാക്കി അവിടെ 1 ഉണ്ട്. 2 കോസ് തീറ്റയിൽ നിന്ന് 2 പുറത്തേക്ക് എടുത്താൽ 2 ഇൻറ്റു കോസ് തീറ്റ എന്നാണ്. അപ്പം 2 പുറത്തേക്ക് എടുത്താൽ ബാക്കി കോസ് തീറ്റ ഉണ്ടാവും. താഴെ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഉണ്ടാവും. അപ്പം മുകളിൽ ഒരു 1 പ്ലസ് കോസ് തീറ്റ ഉണ്ട്, താഴെ ഒരു 1 പ്ലസ് കോസ് തീറ്റ ഉണ്ട്. നമുക്കത് ക്യാൻസൽ ചെയ്യാം. ബാക്കി 2 ബൈ സൈൻ തീറ്റ ഉണ്ടാവും. 2 ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ബൈ സൈൻ തീറ്റ എന്നാണ്. സൈൻ തീറ്റേൻ്റെ റെസിപ്രോക്കൽ കൊസീക് തീറ്റയാണ്. അതാണ് നമുക്ക് കിട്ടേണ്ട RHS. സോ വിച്ച് ഈസ് ഈക്വൽ ടു RHS. സോ നമ്മൾ ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നു.